പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയിരിക്കുന്നു? സുഖമായിരിക്കുന്നുവോ? കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട്? വീട്ടുകാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, ജോലിക്കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട്? നിങ്ങളുടെ കാര്യങ്ങൾ വിജയിക്കണമെന്നുണ്ടോ? ദൈവം ഒരു ഉപദേശം നൽകുന്നത് കേൾക്കൂ. സദൃശവാക്യം 16 അധ്യായം 20 വാക്യത്തിൽ, വിവേകത്തോടെ തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിവേകത്തോടെ ചെയ്താൽ നന്മ ലഭ്യമാകും. ചിലർ പറയാറുണ്ടല്ലോ, നിനക്ക് ബുദ്ധിയുണ്ടോ, എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയാറുണ്ട്. ബുദ്ധിയില്ലാതെ എന്തിനാ ചെയ്തത്? ജ്ഞാനത്തോടെ ബുദ്ധിയോടെ ചെയ്യാമായിരുന്നില്ലേ? വല്ല വിവേകവുമുണ്ടോ എന്ന് ചോദിക്കാറില്ലേ നിങ്ങളോട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ബുദ്ധിഹീനതയോടെ, ലോകരെ പോലെ പെട്ടെന്ന് മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ചെയ്യാൻ പാടില്ല. ഇതുകൊണ്ട് എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകും? ഇങ്ങനെ ചെയ്താൽ നന്മ ഉണ്ടാകുമോ? ഇതെങ്ങനെ ചെയ്താൽ ശരിയാകും? അങ്ങനെയുള്ള ജ്ഞാനം, അങ്ങനെയുള്ള വിവേകം അത് തരുന്നത് യഹോവയാണ്. ദാവീദ് പോയ സ്ഥലങ്ങളിലെല്ലാം വിജയം നേടിയത്രേ. കാരണം വിവേകത്തോടെ പ്രവർത്തിച്ചിരുന്നു. വളരെ ജ്ഞാനത്തോടെ പ്രവർത്തിച്ചു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. അപ്പോൾ നിങ്ങളും വിവേകത്തോടെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കാര്യം സാധ്യമാകും. അത് നന്മയുണ്ടാക്കും. അത് തരുന്നത് ദൈവമാണ്. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഈ കാര്യം ഞാൻ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും ചെയ്തു തീർക്കണം, എനിക്ക് കൃപ തരണമേ എന്ന് അപേക്ഷിച്ചാൽ ദൈവം അതിനുള്ള കൃപ നൽകും. എന്റെ ശുശ്രൂഷയുടെ പാതയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം. പല സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അത് കാണുമ്പോഴേ എനിക്ക് മനസ്സിൽ കുഴപ്പങ്ങളുണ്ടാകും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ശാന്തമായി ഇരുന്ന്, ദൈവമേ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്, എങ്ങനെ ചെയ്താലാണ് വിജയിക്കുക, എനിക്കൊരു വഴി കാണിച്ചു തരണമേ, ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഒരു വഴി തെളിഞ്ഞു വരും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നന്നായി സംസാരിച്ച് നമുക്കൊരു വഴി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം വിജയിക്കുന്നതാണ്. അതിനാൽ നിങ്ങളും എന്ത് കാര്യം ചെയ്യുമ്പോഴും ധൃതിപ്പെടരുത്. ദൈവത്തിന്റെ പാദത്തിങ്കൽ കാത്തിരുന്ന് ദൈവത്തിന്റെ ഉപദേശവും ജ്ഞാനവും നേടുവാനായി കുറച്ച് സമയമെടുക്കേണ്ടതാണ്. അതിനാൽ ഒരു കാര്യത്തെ വിവേകത്തോടെ ചെയ്താൽ അത് വിജയിക്കും, അത് നന്മയുണ്ടാക്കും എന്ന് ദൈവം പറയുന്നു. ശരിയല്ലേ? ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായാലും സാവധാനം ദൈവത്തിന്റെ പാദത്തിങ്കൽ ഇരുന്ന് കാര്യങ്ങൾ ദൈവത്തെ അറിയിച്ച് ദൈവത്തിന്റെ ഉപദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യണം. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനത്തെയും വിവേകത്തെയും നൽകുന്ന ദൈവമാണ്. അങ്ങയുടെ ഈ മകനും മകളും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അങ്ങയുടെ വഴിനടത്തലും വിവേകവും നൽകണമേ, അത് വിജയിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.